അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വേറെ വ്ളോഗും കാര്യങ്ങളൊന്നും ആയിട്ടല്ല, ജസ്റ്റ് ഒരു അപ്ഡേഷൻ. കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യണേന്ന്. അത് മാത്രമല്ല വോയിസ് ഓവർ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതിലിങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ, ടെക്സ്റ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് ഏത് ആപ്പ് വഴിയാണ് ഞാൻ എഡിറ്റ് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ശബ്ദത്തിന് ഇത്തിരി കുഴപ്പമുണ്ട്, ജലദോഷ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് നമ്മുടെ വീഡിയോ ഒന്ന് നീണ്ടുപോയത്. കുറച്ച് ദിവസമായി എന്നോട് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ പുറമേത്തെ നോയ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടെക്സ്റ്റും കാര്യങ്ങളും, അത് മാത്രമല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്ഷമയും കാര്യങ്ങളും വേണം കേട്ടോ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ട് ആണ്. നമ്മളെ ആൻഡ്രോയിഡ് ഫോണും കാര്യങ്ങളിൽ ഇൻഷോട്ട് ആപ്പാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. VN ആപ്പും ഉപയോഗിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ അല്ലാണ്ട് ഐഫോണൊക്കെ കുറെ പേര് ഉപയോഗിക്കുന്നുണ്ടാവും. ചില ഐഫോണിൽ ഇൻഷോട്ട് ഓക്കെയാണ്, പക്ഷെ ചില ഫോണില് ഇൻഷോട്ട് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അതിന് നമ്മൾ VN ആപ്പാണ് ഉപയോഗിക്കുന്നത്. സെയിം ഇൻഷോട്ട് പോലെ തന്നെയാണ് VN ആപ്പും. അപ്പോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഞാൻ എന്റെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യണതെന്ന് ഒരു ചെറിയ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞിയ കഷ്ണം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത്, ടെക്സ്റ്റ് കൊടുക്കുന്നത്, സ്റ്റിക്കർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഇൻഷോട്ടിലുണ്ട്. അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ബെൽ ബട്ടണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇപ്പോൾ 1-2 പേര് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതുപോലെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ അറിയാണ്ട്, എഡിറ്റ് ചെയ്യാൻ അറിയാണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും അവർക്കും എനിക്കും. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ആപ്പ് എടുക്കാം, ഇൻഷോട്ടിന്റെ ആപ്പ്. ഇപ്പൊ ഞാൻ ഇൻഷോട്ട് എപ്പോഴും എഡിറ്റ് ചെയ്യുന്ന കാരണം നോക്കി ഇൻഷോട്ട് ഫ്രണ്ടിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷോട്ടിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ മുന്നേ ചെയ്ത കുറച്ച് ഡ്രാഫ്റ്റും കാര്യങ്ങളും വന്ന് കിടക്കുന്നുണ്ട്. അത് വേണ്ട നമുക്കിനി എന്ത് ചെയ്യണം, നമ്മുടെ ഒരു പുതിയൊരു ഫയലല്ലേ, ഒരു പുതിയ പ്രൊജക്റ്റ് അല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോണേ. അപ്പം ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയേ, ഞാൻ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബ്രെഡ് മിൽക്ക് എഗ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പം നോക്കിയേ, ക്ലിപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലിപ്പ് നമുക്ക് തെറ്റി പോകാൻ പാടില്ല. കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് 1 2 3 4 5 അങ്ങനത്തെ ഒരു ഓർഡറിൽ നമ്മൾ ക്ലിപ്പ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പോൾ നോക്കിയേ, ഞാൻ എന്നിട്ട് അത് ടിക്ക് മാർക്ക് കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്തപ്പോൾ നമ്മുടെ ഇൻഷോട്ടിൻ്റെ പ്രൊഫൈലിലേക്ക് അതൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ ഷോർട്സിൻ്റെ ഒരു പൊസിഷനിലാണ് വന്നെടുക്കണേ. അത് നമുക്ക് ലോങ് വീഡിയോയുടെ പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്യാൻവാസ് ക്ലിക്ക് ചെയ്യാം. അതിൽ കണ്ട 9.16 വരുന്നത് നമ്മുടെ ഷോർട്സിൻ്റെയും 16.9 ആണ് നമ്മുടെ ലോങ് വീഡിയോസിൻ്റെ. അപ്പോൾ കണ്ട ലോങ് വീഡിയോസിൻ്റെ ഒക്കെ കറക്റ്റ് ആയില്ലേ. ഇനി നമ്മൾ ഡബിൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്ലിപ്പിനും ലോങ് വീഡിയോസിൻ്റെ പൊസിഷനിലേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാവും. ചില ഭാഗത്ത് നമ്മൾ ശബ്ദങ്ങൾ കൊടുക്കുന്നുണ്ട്, ചില ഭാഗത്ത് നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് തുടക്കത്തിൽ നമുക്ക് ശബ്ദം വേണ്ട, അപ്പോൾ ആ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ സൗണ്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മൊത്തം സൗണ്ട് വേണ്ടെങ്കിൽ ഈ ഡബിൾ ടിക്ക് ഇവിടെ ഉണ്ടല്ലോ, അതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്മുടെ അപ്പുക്കുട്ടൻ സൂപ്പറാന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ, വീഡിയോ കുറച്ച് കൂടുതലല്ലേ. ഈ ഭാഗത്ത് നമുക്ക് സൗണ്ട് വേണം. അപ്പോൾ നോക്കിയേ, ഈ സൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കേ. കടാ, ഇപ്പൊ നമുക്ക് ഇതിൽ അപ്പുക്കുട്ടൻ സൂപ്പറാന്ന് പറയുന്നത് ഒരു കഷ്ണം നമുക്ക് വേണം. പക്ഷേ അതിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ആ ഭാഗമൊക്കെ നമുക്ക് വെട്ടിക്കളയണം. അപ്പോൾ നമുക്ക് അതിലേക്ക് വെട്ടിക്കളയേണ്ട കാര്യം പഠിക്കാം.
അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നമ്മുടെ ക്ലിപ്പ് എവിടെ നിന്നാണ് തുടങ്ങണത് അവിടേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിയിട്ട് നമ്മൾ സൗണ്ട് മൊത്തത്തിൽ ഒരു ക്ലിപ്പിന് മാത്രമേ സൗണ്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള സൗണ്ടൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് പ്ലേ ചെയ്യിപ്പിക്കാം. കണ്ട ഇപ്പോൾ നോക്കിയേ ഒരു ലേശം ലാഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പ്രീ കട്ട് ഉണ്ട്. പ്രീ കട്ടിന് പകരം നമുക്ക് സ്പ്ലിറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് കൈ ഇപ്പോൾ സ്പ്ലിറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ശരിയായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ഒരു ബാക്കിലേക്ക് പോകാനുള്ളൊരു മാർക്ക് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൈയിനോട് ഞാനിങ്ങനെ വാന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, കട്ട് ചെയ്തു. ഇനി ആ ഭാഗം നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടാത്തത് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഒരു പീസും കൂടി ഞാൻ കാണിച്ചു തരാം. കടാ, ഇപ്പം ഇത്രയും ഭാഗം നമുക്ക് ഇനി ഒരു പച്ച കളറാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബൗൾ എടുത്ത് വരുമ്പോൾ കുറച്ചൊരു ലാഗ് വന്നില്ലേ, അപ്പോൾ ആ ലാഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് സ്പ്ലിറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ കഷ്ണം നടുക്കലത്തെ കഷ്ണം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, കടാ, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം നമ്മളെ എഗ്ഗ് ഇവിടെ വീണു, മതി. ഇനി നമ്മൾ അടുത്ത എഗ്ഗ് എടുക്കണത് മതി. അടുത്ത എഗ്ഗ് എടുത്തിട്ട് കട്ട് ചെയ്തു, കണ്ട. അപ്പോൾ നടുക്കലത്തെ ഒരു പീസ് വന്നു, ആ പീസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. കടാ, ഓക്കെ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സ്പ്ലിറ്റിനെ കൊണ്ടുള്ള ഒരു ഉപകാരം കേട്ടോ. പ്രീ കട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ കട്ട് എടുക്കാം. ഇനി നമുക്ക് ഓഡിയോ കൊടുക്കണം. ഓഡിയോ ഒക്കെ കൊടുക്കണേറ്റ് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണാറില്ലേ യൂട്യൂബിൽ തന്നെ. അപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങുന്ന സമയം തന്നെ അവർ ലാസ്റ്റിലെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. അതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട്, അവർ ചിരിക്കുന്നത്, കരയുന്നത്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളൊരു കുക്കിംഗ് വീഡിയോ എടുത്തു, തുടക്കത്തിൽ തന്നെ അവർ ഫുഡ് കഴിച്ചു തുടങ്ങണത്, സൂപ്പർ പറയുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയണില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കില്ലേ നമ്മുടെ ക്ലിപ്പിൻ്റെ ഏറ്റവും ഫസ്റ്റ് തുമ്പ് ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും നമ്മുടെ ഈ പ്ലസ് ഇല്ലേ, ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ എനിക്കിപ്പോൾ അപ്പുകൂട്ടൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഉള്ളൊരു കഷ്ണം കിട്ടണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങണത്. അപ്പോൾ നോക്കിയേ, ഇതിലിപ്പോൾ സൗണ്ട് വരും കേട്ടോ. മതി, കണ്ട, എനിക്കിപ്പോൾ അപ്പുകൂട്ടൻ കഴിക്കുന്ന നടന്നിട്ടാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ സ്പ്ലിറ്റ് ഞെക്കി ഈ ഭാഗത്തെ കഷ്ണം, നമുക്ക് തുടക്കത്തിലെ കഷ്ണം നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഓക്കെ സൂപ്പർ, അപ്പുകൂട്ടൻ സൂപ്പർ പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എന്തായാലും നമ്മുടെ ക്ലിപ്പ് ഇവിടെ വന്ന് നിന്നല്ലോ, വീണ്ടും പ്ലസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വെൽക്കം ടു മൈ ചാനൽ എന്ന് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് പ്ലസ് അമർത്താം. നോക്കിയേ, ഞാനൊരെണ്ണം തംബ്നെയിൽ പോലെ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ, വെൽക്കം ടു മൈ ചാനൽ. ഇനിയാണ് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്കിനി പണി തുടങ്ങേണ്ടത് കേട്ടാ. ഇനി നമുക്ക് ഓഡിയോ കൊടുക്കണം. ഓഡിയോയ്ക്ക് മുന്നേ നമുക്ക് നോക്കിയേ, മ്യൂസിക് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, AI സ്പീച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് മ്യൂസിക് കൊടുക്കണമെങ്കിൽ നോക്കിയേ, മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഫീച്ചേർഡും ട്രെൻഡും ആയിട്ടുള്ള കുറേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കണ്ടന്റ് വരും. കോപ്പിറൈറ്റ് ആണ്, സോങ്ങിനൊക്കെ കോപ്പിറൈറ്റ് ഉള്ളതാണ്. പിന്നെ യൂട്യൂബായിട്ട് നമുക്ക് കുറച്ച് മ്യൂസിക് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മ്യൂസിക്കാണ് ഈ ട്രിഗോളി ടെലികാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട്, ക്രോമിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ബാഡ് ഗുഡ് അതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ യൂട്യൂബ് നമുക്കായിട്ട് തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബ് ബട്ടൺ, നോട്ടിഫിക്കേഷൻ, ബെല്ലൈക്കൺ അത് കൊടുക്കണം. അപ്പോൾ നോക്കിയേ, ഇത് കുറച്ച് നമുക്കിത് ഇങ്ങോട്ട് വലിച്ചിടാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. നോക്കിയേ, ഓക്കെ, നമുക്ക് ഇവിടെ വരെ മതി. സ്പ്ലിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ മനസ്സിലായില്ലേ, എഫക്ട്സ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ ഇഷ്ടമാതിരി എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റ് പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് റെക്കോർഡ് പറയണം. റെക്കോർഡിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ തുടങ്ങണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു 3-4 ലൈൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയേ, 3, 2, 1. ഓക്കെ,
അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അറ്റം വരെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റം വരെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ അല്ലേ ഞാൻ കാണിച്ചത്. അപ്പം ഞാൻ അവിടെ വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റെക്കോർഡ് ബട്ടൺ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ വരെ നമുക്ക് റെക്കോർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ച് ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുട്ടയൊക്കെ പൊട്ടിക്കുന്നത് പറയാൻ താല്പര്യമില്ല. ഇപ്പം ചിലവർക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല, റെക്കോർഡ് കൊടുക്കാൻ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക് ഇപ്പം ഞാൻ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തു എന്നാണില്ലേ, ആ മ്യൂസിക് ഞാൻ ഇതിൽ കൊടുക്കാൻ പോണ്. അപ്പോൾ ഈ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ നമുക്ക് അറ്റം വരെ വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാം, എത്ര മ്യൂസിക് വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മളെ ക്രോമിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് യൂട്യൂബിൻ്റെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രം കേട്ടോ. അല്ലാണ്ട് നമ്മളെ സിനിമ പാട്ടോ പിന്നെ വേറെ സൈറ്റും കാര്യങ്ങളിൽ നിന്നൊന്നും എടുത്തതോ അങ്ങനെ ആയിട്ടുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ അറ്റം വരെ നമ്മളെ പാട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാട്ട് ഇവിടെ വെച്ചിട്ട് നിന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റെക്കോർഡ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റിക്കർ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ പൂക്കാലം വരവായി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രൈഡ് പ്രോൺസ് കറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്കർ എടുക്കാം. സ്റ്റിക്കറിൽ സ്റ്റിക്കർ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ക്യാപ്ഷൻസ് ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ഡീറ്റെയിൽ ഉണ്ട്, ഡൂഡിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് വരച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോക്കിയേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ അത് കൊടുക്കാം കേട്ടോ. ഇനി ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കാൻ ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയേ മിൽക്ക് എഗ് ബ്രെഡ് ടോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ അത് അത്യാവശ്യം നമുക്ക് വലിപ്പത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആ വലിപ്പം ഒന്ന് കുറയ്ക്കണം. അപ്പോൾ നോക്കിയാൽ അവിടെ ഒരു ഏരോ ഉണ്ട്, ആ ഏരോമ്മ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും ഏത് കളറാണ് വേണ്ടത് ആ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ഇഷ്ടമാതിരി കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആലോചിച്ചൊരു ടെൻഷനും വേണ്ട, കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ടെക്സ്റ്റിൻ്റെ ഇത് മാറ്റണം, എഴുത്തിൻ്റെ സൈസ് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പം നോക്കിയേ ഒരുപാട് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമാതിരി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നെറ്റ് ഉണ്ടായാൽ മാത്രം മതി. നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു പരസ്യം വരും. ആ പരസ്യം വന്നാലും നമുക്ക് നമ്മളെ നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് സൈസ് കണ്ടാ, ഇനിയിപ്പോൾ സൈഡിലേക്ക് വരണോ കണ്ടാ, ഈ അക്ഷരങ്ങൾ തമ്മിൽ അകലം വേണോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിക്കർ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുക്കണ്ടേ. അപ്പോൾ നോക്കിയേ സ്റ്റിക്കറിൻ്റെ ഒരു ഇതെടുക്കുക, ഗിഫ് എടുക്കുക. ഇതിനൊക്കെ നെറ്റ് ഉണ്ടായാൽ മതി കേട്ടോ. ബ്രെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ നമുക്കിപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ നല്ല ഭംഗിയിലൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങൾ എന്നിട്ട് ബാക്ക് അമർത്താം, അവിടെ സെറ്റായി കണ്ടാ. ഇത്രേ ഉള്ളൂ സ്റ്റിക്കറിന് പറ്റിയിട്ട്. പിന്നെ സ്പീച്ചും ക്യാപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും ക്യാപ്ഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എഫക്ട്സ് ഉണ്ട് ഇതിൽ, ഓരോ എഫക്ട്സ്. ഇപ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പിന് നമുക്ക് നോക്കിയേ ഫസ്റ്റത്തെ ക്ലിപ്പ് ഒന്ന് കൊടുക്കുക. നോക്കിയേ ബ്രൈറ്റ് ആക്കാം, പിങ്ക് ആക്കാം, ലാറ്റി ആക്കാം, വിൻറ്റേജ് ആക്കാം, ഒരുപാട് ഇതാക്കാം. ഇനി ഇവിടെ മോസ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുൾ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്കതിൽ അപ്ലൈ ആവും. നോക്കിയേ കണ്ടാ, നമ്മുടെ ക്ലിപ്പിൻ്റെ കളറേ മാറി, മൊത്തത്തിൽ എഫക്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്ററിലുണ്ട് എഫക്റ്റ്, എഫക്റ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്. ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ ബ്രെഡിനെ നോക്കിയാൽ കളർ മാറ്റണം, പച്ച കളറാക്കണോ ചുവപ്പ് കളറാക്കണോ, എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ഫിൽറ്റർ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി എഡിറ്റ് ചെയ്യണോ എഡിറ്റ് ചെയ്യാം, ഇത് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ, അതത്രേ ഉള്ളൂ. ഇനി പിപ്പ് പറയുന്നത് നമ്മളെ ലിങ്കിൻ്റെ ഉള്ളിൽ കൂടെ, നമ്മുടെ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ക്ലിപ്പ് നമുക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളുടെ വെൽക്കം ടു മൈ ചാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ബെൽ ബട്ടനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ കൊടുക്കണം. അപ്പോൾ കണ്ടാ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്നാൽ ഈ മൂലയ്ക്കോ അല്ലെങ്കിൽ ഈ മേലയ്ക്കോ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കിയേ സംസാരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ചാനൽ കണ്ടാ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വോയിസ് കൊടുത്തതാട്ടാ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നോക്കിയേ നമ്മളിങ്ങനെ കാണുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ജസ്റ്റ് നോക്കിയേ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ ഒരു പിപ്പ്, അതിനാണ് കേട്ടോ നമ്മൾ പിപ്പ് കൊടുക്കുന്നത്. ഒരു ക്ലിപ്പിൻ്റെ മേലെ കൂടെ അല്ലെങ്കിൽ ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ക്ലിപ്പും കൊണ്ടുവരുന്നത്. പ്രീ കട്ട് കുഴപ്പമില്ല, പ്രീ കട്ടിന് പകരം നമ്മൾ സ്പ്ലിറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നോക്കിയാൽ കൈയ്യട്ടി ഡിലീറ്റ് ആയിപ്പോയി. അത് വേണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ വീണ്ടും നമ്മളത് അൺഡു ചെയ്യാൻ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ആരോ അങ്ങോട്ടും ഇങ്ങോട്ട് പോണത്.
ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കണം. കണ്ടാ, എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള കളർ. അതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. അത് വേണ്ടെങ്കിൽ നമുക്ക് എന്തുട്ടാ നണ്ണ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അത് വേണ്ടല്ലോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട നമുക്ക്. ഓക്കെ, നമ്മളെ പിപ്പും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റീഡു ചെയ്തു, നമ്മളെ പിപ്പിനെ റീഡു ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടാ നമ്മളെ പിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തുട്ടാ സ്പീഡ്. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തു. ഈ ക്ലിപ്പ് ഭയങ്കര ലാഗാ കടാ, ഇത് ഭയങ്കര ലാഗാണ്. അപ്പം നമുക്കിതിൽ സ്പീഡ് കൂട്ടണം. അപ്പോൾ ഈ രണ്ടിനും മേലെ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പം ആ ക്ലിപ്പ് ചെറുതാവുകയും ചെയ്യും, ഓടുകയും ചെയ്യും. കടാ, അത്രയും നല്ല സ്പീഡിൽ നമ്മുടെ ഒരു ക്ലിപ്പ്. ഇനിയിപ്പോൾ എല്ലാ ക്ലിപ്പും എനിക്ക് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എല്ലാ ക്ലിപ്പും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതവിടെ സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് അനിമേഷനാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് പറന്ന് വരണം എന്ന് വിചാരിക്കാം. എന്നൊക്കെ അല്ലെങ്കിൽ സൂം ഇൻ ചെയ്ത് സൂം ഔട്ടൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ആവണം. അതൊക്കെ നിങ്ങളുടെ എങ്ങനെയോ ഒരു ടേസ്റ്റ് പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ക്രോപ്പ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഭാഗം ഈ കഷ്ണങ്ങളൊന്നും വേണ്ട, നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടണം. കണ്ട, ക്രോപ്പ് ചെയ്യുമ്പോൾ പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ചെറിയൊരു ബ്ലറിങ് വരും. ലോങ് വീഡിയോസിന് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അഥവാ ക്രോപ്പ് ചെയ്യണം നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടായാലും കടാ, നമ്മൾ രണ്ട് വിരൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും മതി, ഇത്തിരി കൂടി കനത്തിൽ കാണണമെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ രണ്ടാമത് കൂടി കാണിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോയ്ക്കും കാര്യങ്ങളും. ഇനി ഒപ്പാസിറ്റി, ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തു, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടാ ഇപ്പോൾ ഒരു 3 എണ്ണം ഒരുമിച്ച് വന്നു. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യണം. ചിലപ്പോൾ തല തിരിഞ്ഞിട്ടൊക്കെ ആവും എടുക്കണ്ടാവുക. നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ തല തിരിഞ്ഞ് എടുക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഫ്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക്. ഇനി റിവേഴ്സ് അടിക്കണമെങ്കിൽ കണ്ടില്ലേ, അതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രോസസ്സിങ് ആയിട്ട് വരും. കണ്ടോ, റിവൈൻഡിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതൊന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇപ്പോൾ മനസ്സിലായി. നമ്മൾ കലക്കി മേലേക്ക് ഒഴിക്കുന്നത് തിരിച്ച് റിട്ടേൺ പോലെ വരുന്നത്, അതിനായിട്ടാണ് നമ്മൾ റിവേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇതിൽ എഡിറ്റ് ചെയ്യുന്ന വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ ഇൻഷോട്ടിൻ്റെ എംബ്ലം കളയണം. ഇൻഷോട്ടിൻ്റെ എംബ്ലം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെന്ന് വൈഫൈ ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് അത് ഓഫ് ചെയ്തിട്ട് ഈ ഇൻഷോട്ട് പിടിച്ച് ഞെക്കുക. ഇൻഷോട്ടിൻ്റെ ഈ എംബ്ലല്ലേ, ഈ എംബ്ലത്തുമ്പോൾ പിടിച്ച് ഞെക്കിയാൽ മതി. നമ്മളിപ്പോൾ നെറ്റ് ഓഫ് ചെയ്ത കാരണം ചിലപ്പോൾ നമുക്കൊരു പരസ്യം വന്നിരിക്കും. ഇനിയിപ്പോൾ പരസ്യം വന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് പോവാട്ടോ. അപ്പോൾ നോക്കിയാൽ ഇൻഷോട്ടിൽ എംബ്ലം ഞെക്കി ഫ്രീ റിമൂവ് കൊടുത്തു. കുറച്ച് ക്ഷമ വേണം കേട്ടോ നമ്മൾ ഇൻഷോട്ടിൽ ചെയ്യുമ്പോൾ. എടുത്താൽ പിടിച്ചാൽ വേഗം ധൃതിയിൽ പോയിട്ട് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം നല്ല ക്ഷമ വേണം കേട്ടോ. അപ്പം ഞാനത് ഇൻഷോട്ടിൻ്റെ എംബ്ലം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ടത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ടിൻ്റെത് മേലെ എക്സ്പോർട്ടിൻ്റെ ഒരു എംബ്ലം കണ്ടില്ലേ, അതിൽ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ കണ്ട, ഞാൻ നേരത്തെ പരസ്യം ഓഫ് ചെയ്ത് പെട്ടെന്നല്ല ഓഫ് ചെയ്തത്, നെറ്റ് ഓഫ് ചെയ്തത്, അത് കാരണമായിട്ട് നമുക്ക് ഇത്തിരി പരസ്യം വന്നത്. എന്നിട്ട് ഈ പരസ്യമൊക്കെ ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ കൺവേർട്ടിങ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ ഞാൻ അത് കൊടുത്തിട്ടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡു ഞെക്കുക, യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വേണമെങ്കിൽ വീണ്ടും തിരുത്തലുകൾ നടത്തിയിട്ട് വീണ്ടും എക്സ്പോർട്ട് ചെയ്യാം. ഒക്കെ എല്ലാതും നമ്മൾ ഓക്കെ ആണോ, നമ്മളെല്ലാം ചെയ്തത് ഓക്കെ ആണോന്ന് ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. കണ്ടാ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഒക്കെ വേഗം കയറും, ഒരു 10-15 മിനിറ്റിൻ്റെ ഒക്കെ കുറച്ച് നേരം വൈകിട്ടായിട്ടേ കയറുള്ളൂ. അപ്പോൾ ഇതെല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ, ഇൻഷോട്ടിൽ എങ്ങനെയാണ് നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോട്ടാ. ഇതേ സെയിം പോലെ തന്നെയാട്ടാ നമ്മളുടെ ഷോർട്സും അപ്ലോഡ് ചെയ്യേണ്ടതല്ല, ഷോർട്സ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ടാറ്റാ.